കൃത്യമായ ആസൂത്രണത്തിന് ഒടുവിലാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. മതിൽ ചാടുന്നതിന് ശരീരഭാരം കുറച്ചു. ജയിൽ ചാട്ടത്തിനുള്ള ആയുധങ്ങളും നേരത്തെ തന്നെ സംഘടിപ്പിച്ചിരുന്നു. ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടുന്നതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതീവ സുരക്ഷാ ബ്ലോക്കിന്റെ ഗ്രിൽ ആദ്യം കട്ട് ചെയ്തു. റിമാൻഡ് പ്രതികളുടെ വസ്ത്രം മോഷ്ടിച്ചു ധരിച്ചു. പുലർച്ചെ 3:30 ജയിലിനുള്ളിൽ നിരീക്ഷണം നടത്തി. ഉണക്കാനിട്ടിരുന്ന തുണി ഉപയോഗിച്ചാണ് 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത്. ആ ഇലക്ട്രിക് വേലിയുടെ മുകളിലുള്ള ആ കമ്പിയിൽ കുടുക്കുണ്ടാക്കുന്നു. അവിടെ നിന്ന് ആ പുതപ്പ് പിടിച്ച് മുകളിൽ കയറുന്നു. ആ മുകളിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങി വളരെ കൂളായി താഴെ ഇറങ്ങി പുറത്തിറങ്ങിയാൽ എങ്ങനെ നീങ്ങണമെന്നതും കൃത്യമായി ആസൂത്രണം ചെയ്തു. ഇതിനായി ഡ്രസ് മാറി. എല്ലാം ഗോവിന്ദച്ചാമിയുടെ ആസൂത്രണമായിരുന്നെങ്കിലും ജയിലിനുള്ളിലെ സഹായവും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഇത് ആരെല്ലാമെന്നാണ് ഇനി അറിയാനുള്ളത്. കണ്ണൂർ ബ്യൂറോക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.